അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സാംസങ്ങിൻ്റെ ഒരു വെറൈറ്റി കിടുക്കൻ ഫീച്ചറിനെ പറ്റിയാണ്. പോപ്പപ്പ് ഫീച്ചർ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. സാംസങ്ങിൻ്റെ ഫോണിൽ നമ്മൾ ഓരോ ആപ്പ് എടുക്കുന്ന സമയത്ത് അതിനെ ഡിസ്പ്ലേയിൽ പോപ്പപ്പ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫീച്ചർ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഞാൻ യൂട്യൂബിൽ അതിൻ്റെ പ്രീവിയസ് ആപ്പ് എടുത്തിട്ട് അവിടെ ഓപ്പൺ ഇൻ പോപ്പപ്പ് വ്യൂ എന്ന ഓപ്ഷൻ എടുക്കുകയാണ്. നിങ്ങൾക്ക് കാണാവുന്നതാണ്. അങ്ങനെ എടുക്കുന്ന സമയത്ത് അത് ചെറിയൊരു കോളമായിക്കൊണ്ട് നമ്മുടെ ഫോണിൽ അത് കാണാൻ കഴിയുന്നതാണ്. അതിനെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനും കഴിയുന്നതാണ്. ഇങ്ങനെ നിരവധി ആപ്പുകൾ നമുക്ക് ഇതിൽ വെക്കാൻ കഴിയുന്നതാണ്. ഇപ്പോൾ ഞാനിത് പോപ്പപ്പ് ആക്കി വെക്കുന്നത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇതിൽ ഓപ്ഷനിൽ ഓപ്പൺ പോപ്പപ്പ് വിൻഡോ എന്ന ഓപ്ഷൻ എടുത്തുകൊണ്ടാണ് ഞാനിവിടെ പോപ്പപ്പ് ആക്കി വെക്കുന്നത്. ഇതിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് യൂട്യൂബ് യൂസ് ചെയ്യാവുന്നതാണ്. കൂടാതെ അതിനെ എത്ര സൈസിൽ ആക്കി വെക്കാനും ഇതിൽ കഴിയുന്നതാണ്. ഇതിൽ ഞാൻ ഇനി മറ്റൊരു ആപ്പ് കൂടി തുറക്കുന്നതാണ്. നിങ്ങൾക്ക് കാണാം, അങ്ങനെ മെസ്സേജ് എന്ന ആപ്പ് കൂടി ഞാൻ ഇതിൽ തുറക്കുന്നു. അതേസമയം തന്നെ ഞാൻ യൂട്യൂബ് കൂടി തുറക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഇങ്ങനെ 2 ആപ്പ് ഒരേ സമയം ഇതിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ 2 ആപ്പല്ല 5 ആപ്പുകൾ വരെ ഇങ്ങനെ യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് കാണാം, ഞാൻ മറ്റൊരു ആപ്പ് കൂടി തുറന്നു, ഗാലറി. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇതിൽ ഞാൻ പോപ്പപ്പ് ആക്കി വെച്ച ആപ്പുകൾ പല രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാൻ കഴിയുന്നതാണ്. ചെറുതാക്കാനും വലുതാക്കാനും ഫോണിൻ്റെ ഏത് ഭാഗത്തും ഇത് കൊണ്ടുവെക്കാനും ഇതിൽ കഴിയുന്നതാണ്. ഇങ്ങനെ മാക്സിമം 5 ആപ്പുകൾ മാത്രമാണ് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത്. മറ്റു ഫോണുകളിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് സാംസങ്ങിൻ്റെ One UI മാത്രമാണ് ഇങ്ങനെ ഒരു ഫീച്ചർ ഇതുവരെ ഇറങ്ങിയിട്ടുള്ളത്. അത് നല്ലൊരു ഫീച്ചർ തന്നെയാണ്. നമുക്ക് പല ആപ്പുകൾ അറ്റ് ടൈമിൽ തന്നെ ഉപയോഗിക്കാൻ കഴിയുന്നതാണ് ഇങ്ങനെയൊരു ഫീച്ചർ ഉണ്ടായത് മൂലം. ഇനി നിങ്ങൾക്ക് കാണാം, ഞാൻ ഈ പോപ്പപ്പ് ആക്കി വെച്ച വിൻഡോകൾക്ക് മുകളിൽ സാധാരണ ഫോണുകളിൽ ഉണ്ടാവുന്നത് പോലെയുള്ള സ്പ്ലിറ്റ് സ്ക്രീൻ കൂടി ഞാൻ ഇതിൽ ആഡ് ചെയ്യുകയാണ്. ഞാനിതിൽ ആമസോണിൻ്റെ സ്പ്ലിറ്റ് സ്ക്രീൻ വ്യൂ എന്ന ഓപ്ഷൻ നോക്കിക്കൊണ്ട് സ്പ്ലിറ്റ് സ്ക്രീനാക്കി ഞാൻ യൂസ് ചെയ്യുകയാണ്. കൂടാതെ അതിനിടയിൽ മറ്റൊരു ആപ്പ് കൂടി ഞാൻ തുറക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഇങ്ങനെ സ്പ്ലിറ്റ് സ്ക്രീൻ ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ പോപ്പപ്പിലാക്കിക്കൊണ്ട് നമുക്ക് മറ്റു 5 ആപ്പുകൾ വരെ ഇങ്ങനെ യൂസ് ചെയ്യാവുന്നതാണ്. ഇത് വളരെയധികം ഉപകാരമുള്ളൊരു ഫീച്ചർ തന്നെയാണ്. നമുക്ക് ഒരേ ടൈമിൽ തന്നെ 7 ആപ്പുകൾ വരെ ഇങ്ങനെ ഉപയോഗിക്കാൻ കഴിയും. ഫോൺ മുഖേന ധാരാളം ആളുകൾ പല ജോലികളും മറ്റുമെല്ലാം ചെയ്യുന്നു. ഇങ്ങനെ അവർക്കും മറ്റു പ്രൊഫഷണൽസിനുമെല്ലാം തന്നെ മൾട്ടി യൂസിങ് ഫെസിലിറ്റി ഉപയോഗിക്കേണ്ടത് കൊണ്ട് തന്നെ ഇങ്ങനെയൊരു ഫീച്ചർ വളരെയധികം ഉപകാരപ്രദമാണ്.